നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ദിവസം മോഷണം നടന്ന കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വിരലടയാള വിദഗ്ധരെത്തി പരിശോധന നടത്തി. മുഖ്യമന്ത്രിയും RSSും പോലീസ് മേധാവിയും ചേർന്നുള്ള മാഫിയ കൂട്ടുകെട്ട് ആരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. ചാലക്കുടി കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നോട്ടീസ് പ്രകാശനം ചെയ്തു. ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയം ഉദ്ഘാടനത്തിനൊരുങ്ങി. കുട്ടികളിൽ വായനാഭിരുചി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സ്കൂളുകൾക്കും വായനശാലകൾക്കും വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബാലപ്രസിദ്ധീകരണങ്ങൾ കൈമാറി. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസം മോഷണം നടന്ന കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വിരലടയാള വിദഗ്ധരെത്തി പരിശോധന നടത്തി. തൃശൂർ റൂറലിലെ ഫിംഗർ പ്രിന്റ് വിദഗ്ധ KV ജിഷയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. സ്കൂളിന്റെ അടുക്കളയിലും പരിസരങ്ങളിലും സ്കൂൾ ബസ്സിലുമാണ് പരിശോധന നടത്തിയത്. കൊടകര CI PK ദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സന്നിഹിതരായിരുന്നു. ചൊവ്വാഴ്ച രാത്രിയിലാണ് സാമൂഹ്യ വിരുദ്ധർ LP സ്കൂളിൽ എത്തിയത്. സ്കൂളിലെ അടുക്കളയിൽ നിന്ന് 2 ഗ്യാസ് സിലിണ്ടർ മോഷ്ടിക്കുകയും അടുക്കളയുടെ പരിസരത്തും കുട്ടികൾ കൈകഴുകുന്ന ടാപ്പിന് മുകളിലും മുളകുപൊടി വിതറുകയും ചെയ്തിരുന്നു. കൂടാതെ ഷെഡിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂൾ ബസിന്റെ 3 ടയറുകൾ പഞ്ചറാക്കുകയും ചെയ്തിരുന്നു. കുഴിക്കാട്ടുശ്ശേരി സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുഴിക്കാട്ടുശ്ശേരി വെള്ളാമച്ചിറ കുളത്തിന് മുൻവശത്തുള്ള കുട്ടികളുടെ പാർക്ക്, വഴിയിടം എന്നിവ ശുചീകരിച്ചു. സ്വച്ഛതാ ഹി സേവ എന്ന NSS പ്രോജക്റ്റിന്റെ ഭാഗമായി മാലിന്യമുക്ത കേരളം പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ടാണ് ശുചീകരണം സംഘടിപ്പിച്ചത്. വാർഡംഗം മിനി പോളി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമിക പ്രസിഡന്റ് PK കിട്ടൻ ജാഗ്രതാ ജ്യോതി തെളിയിച്ചു. PTA പ്രസിഡന്റ് ബാബു തോമസ്, തണൽ പുരുഷ സംഘം പ്രസിഡന്റ് PU വിൽസൺ, വളണ്ടിയർ ലീഡർമാരായ ജിസ ജോസ്, ആൻമരിയ CA, പ്രോഗ്രാം ഓഫീസർ മിനി ജോസ് എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെയുള്ള ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രിയും RSSും പോലീസ് മേധാവിയും ചേർന്നുള്ള മാഫിയ കൂട്ടുകെട്ട് ആരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. തെക്കേ ഗോപുരനടയിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് ആസ്ഥാനത്തിന് സമീപം പോലീസ് തടഞ്ഞു. പിന്നീട് ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി TPM ജിഷാൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ അധ്യക്ഷത വഹിച്ചു. MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ്, യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തെരുവത്ത്, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ്, MSF സംസ്ഥാന സെക്രട്ടറി SA അൽ റസീൻ, യൂത്ത് ലീഗ് ജില്ലാ ട്രഷറർ KK സക്കരിയ എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നോട്ടീസ് പ്രകാശനം ചെയ്തു. പുതുമുഖ ചലച്ചിത്രതാരം ഗോകുൽ രാമചന്ദ്രൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശങ്കരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് KM ഹരിനാരായണൻ, കൺവീനർ രാകേഷ് മേനോൻ, സമിതി സെക്രട്ടറി K ഗുണശേഖരൻ, മൂഴിക്കൽ വിജയൻ, അമ്പാടി ഉണ്ണികൃഷ്ണൻ, G ബാബു എന്നിവർ സംസാരിച്ചു. അതുപോലെ ഇവിടെയുള്ള എല്ലാവരെയും പരിചയം ചെറുപ്പം മുതലേ ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു പരിപാടിയുടെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. യൂത്ത് വിങ്ങിൻ്റെ മെമ്പർ കൂടിയാണ് ഞാൻ. അതുപോലെ തന്നെ നവരാത്രി ആഘോഷം എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച് പോകണമെന്നും നല്ല രീതിയിൽ അടിച്ചു പൊളിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയം ഉദ്ഘാടനത്തിനൊരുങ്ങി. ഉദ്ഘാടനത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. ഒക്ടോബർ ആദ്യവാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓഫീസ് സമുച്ചയം ഉദ്ഘാടനം ചെയ്യുന്നതാണ്.
സംഘാടക സമിതി യോഗം നഗരസഭാ ചെയർമാൻ എബി ജോർജ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി, ചാലക്കുടി വിദ്യാഭ്യാസ ഓഫീസർ നിഷ PB എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MM അനിൽകുമാർ, ദീപു ദിനേശ്, കൗൺസിലർ നിത പോൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MS സുനിത, പ്രിൻസി ഫ്രാൻസിസ്, മായ ശിവദാസൻ, റാണി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ, പ്രിൻസിപ്പാൾമാർ, പ്രധാനാധ്യാപകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പരിപാടിയുടെ വിജയത്തിനായി സംഘാടക സമിതിയും സബ് കമ്മിറ്റികളും രൂപീകരിച്ചു. കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ അർഹമായ ഒരു പ്രാധാന്യത്തോടെ അത് നടത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും വലിയ ഉത്തരവാദിത്തമാണ്. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ശുചിമുറിയുടെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് AM ജോൺസൺ അധ്യക്ഷത വഹിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജച്ചിറ്റിലപ്പള്ളി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K വൃന്ദകുമാരി, AS സുനിൽകുമാർ, നിജി വത്സൻ, ശ്രീജിത്ത് പട്ടത്ത്, മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ, PTA വൈസ് പ്രസിഡന്റ് സോമൻ മുത്തർത്തിക്കര, MPTA പ്രസിഡന്റ് സ്മിത വിനോദ്, ഹെഡ് മാസ്റ്റർ T അനിൽകുമാർ, പ്രിൻസിപ്പാൾ KP ലിയോ എന്നിവർ സംസാരിച്ചു. ഞങ്ങൾക്ക് കൈമാറി കിട്ടിയ വിദ്യാലയത്തിന് എല്ലാ പ്രവർത്തനങ്ങൾക്കും ചെലവഴിക്കാൻ, ഒരു മുട്ടുസൂചി തുടങ്ങി ഒരു വിദ്യാലയത്തിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതിന് ചെലവഴിക്കാനാണ് ഞങ്ങൾക്ക് കിട്ടുന്ന നോൺ റോഡ് തുക ഞങ്ങൾ ചെലവഴിക്കുക. പക്ഷേ നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ ഈ വിദ്യാലയം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ അനുഭവത്തിൽ കുട്ടികളിൽ വായനാഭിരുചി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സ്കൂളുകൾക്കും വായനശാലകൾക്കും വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബാലപ്രസിദ്ധീകരണങ്ങൾ കൈമാറി. മുപ്പളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് MV ഉഷ, PTA ഭാരവാഹികളായ CK സന്ദീപ് കുമാർ, PG ശ്രീജിത്ത് എന്നിവർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. നന്ദിപുരം മാഞ്ഞൂർ BB LP സ്കൂളിൽ ഹെഡ് മിസ്ട്രസ് ഷീല, സ്കൂൾ മാനേജർ VR ഷാജി എന്നിവരാണ് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങിയത്. നന്ദിപുരം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രധാനാധ്യാപിക ശ്രീജയ, PTA പ്രസിഡന്റ് ജിനിത വിജോ, MPTA പ്രസിഡന്റ് ബിന്ദു മുരുകൻ, സ്റ്റാഫ് പ്രതിനിധി A സവിത എന്നിവർ ചേർന്ന് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ ഹെഡ് മിസ്ട്രസ് MS ബീന, അധ്യാപകരായ KA സ്റ്റെഫി, AS നീതു, PTA പ്രസിഡന്റ് TR വിമൽ എന്നിവർ ചേർന്ന് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് M മഞ്ജുള, അധ്യാപകൻ പ്രവീൺ M കുമാർ, സ്റ്റാഫ് സെക്രട്ടറി MD ഡിംപിൾ എന്നിവർ സന്നിഹിതരായിരുന്നു. കോടാലി ഗവൺമെന്റ് LP സ്കൂളിൽ പ്രധാനാധ്യാപിക TM ശകുന്തള, സീനിയർ ടീച്ചർ KP രജനി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മുപ്പളിയം മുത്തുമല വായനശാലയ്ക്ക് വേണ്ടി R ബൈജു, നന്ദിപുരം ഗ്രാമീണ വായനശാലയ്ക്ക് വേണ്ടി ബീന അയ്യപ്പദാസ് എന്നിവരും പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ജയപ്രകാശ് KN നേതൃത്വം നൽകിയ പരിപാടികളിൽ മലയാള മനോരമ സർക്കുലേഷൻ വിഭാഗങ്ങളിലെ അംഗങ്ങളായ രാഹുൽ കൃഷ്ണ, നിധിൻ എന്നിവർ പങ്കെടുത്തു. ആളൂർ പഞ്ചായത്തിലെ 10ാം വാർഡിലെ സ്നേഹക്കൂട്ട് വയോജന ക്ലബിന്റെ ഓണാഘോഷം തിരുത്തിപ്പറമ്പ് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ജയൻ കലാഭവൻ ഉദ്ഘാടനം ചെയ്തു. മാള ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് മാഞ്ഞൂരാൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം പ്രഭാകൃഷ്ണനുണ്ണി, ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം സുധീഷ് ചാലക്കുടി എന്നിവർ പങ്കെടുത്തു. ICDS സൂപ്പർവൈസർ രാഖി ബാബു, കമ്മ്യൂണിറ്റി വിമൺ ഫെസിലിറ്റേറ്റർ റിയ, അങ്കണവാടി ടീച്ചറായ ഗീത എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ പങ്കെടുത്തവരിൽ ഏറ്റവും പ്രായമുള്ള അഗസ്റ്റിൻ ആച്ചാണ്ടി, തെരേസ്യാമ്മ കണ്ണൂക്കാടൻ എന്നിവരെ ആദരിക്കുകയും ചെയ്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7060 രൂപ, പവന് 56,480 രൂപ. ചുണ്ടുകളിൽ
ശോഭയിൽ നിൻമുഖം മാത്രം, നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ ദിവസം മോഷണം നടന്ന കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ വിരലടയാള വിദഗ്ധരെത്തി പരിശോധന നടത്തി. മുഖ്യമന്ത്രിയും RSSും പോലീസ് മേധാവിയും ചേർന്നുള്ള മാഫിയ കൂട്ടുകെട്ട് ആരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തി. ചാലക്കുടി കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നോട്ടീസ് പ്രകാശനം ചെയ്തു. ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയം ഉദ്ഘാടനത്തിനൊരുങ്ങി. കുട്ടികളിൽ വായനാഭിരുചി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സ്കൂളുകൾക്കും വായനശാലകൾക്കും വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ബാലപ്രസിദ്ധീകരണങ്ങൾ കൈമാറി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.